നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ ബാങ്കായ കനറ ബാങ്കിന് കീഴിൽ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ ഏകദേശം 3000-ഓളം ഒഴിവുകളിലേക്കാണ് വിവിധ സംസ്ഥാനങ്ങളിലേക്കായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. 21/9/2024 4/10/2024 ഇടയിൽ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. 3000-ഓളം ഒഴിവുകളിൽ കേരളത്തിൽ മൊത്തം 200 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. തമിഴ്നാട് 700, കർണാടക 600, ആന്ധ്ര 200 എന്നിങ്ങനെ ഒഴിവുകളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അപേക്ഷിക്കുന്നവർ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. SC/ST മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഏജ് ഇളവ് ലഭിക്കുന്നതായിരിക്കും. സ്ത്രീകൾ PH/SC വിഭാഗങ്ങൾക്ക് അപേക്ഷാ ഫീസ് വരുന്നില്ല. ജോലി ആഗ്രഹിക്കുന്നവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നെക്സ്റ്റ് പറയുന്നത് വെസ്റ്റേൺ റെയിൽവേയിൽ വന്നിട്ടുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. 5066 അപ്രൻറ്റീസ് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 23 തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ 22 വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. യോഗ്യത ചോദിക്കുന്നത് മെട്രിക്കുലേഷനോ 10ാം ക്ലാസ്സോ പൂർത്തിയായിരിക്കണം. അംഗീകൃത ബോർഡിന് കീഴിൽ 50% മാർക്കോടെ പാസ്സായിരിക്കണം. ഒക്ടോബർ 22 പ്രകാരം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രായം 15-നും 24-നും ഇടയിലായിരിക്കണം. NCVT, SCVT അംഗീകരിച്ച ITI സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം. മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുക. മെട്രിക്കുലേഷന് മിനിമം 50% മാർക്കോടെ പാസ്സായിരിക്കണം. ITI പരീക്ഷയുടെ മാർക്കും പരിഗണിക്കും. ഇതിന് രണ്ടും ഈക്വൽ വെയിറ്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ രേഖകളുടെ യഥാർത്ഥ പകർപ്പും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം. കനറ ബാങ്ക് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചും വെസ്റ്റേൺ റെയിൽവേയിൽ വന്നിട്ടുള്ള അപ്രൻറ്റീസ് ഒഴിവുകളെക്കുറിച്ചുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.